വളരെ മനോഹരമായ ഗാനങ്ങൾ ഈ നിമിഷം വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. തുടർന്ന് വചന ശുശ്രൂഷയായിട്ട് നമ്മൾ കടന്നു പോകുകയാണ്. അതിനുമുമ്പായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളെല്ലാവരും കണ്ണുകളടച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല രാത്രിക്കായ ദൈവമേ സ്തോത്രം. അപ്പോസ്തലിക ഗോസ്പൽ ടീം എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ 2024 രണ്ടാമത്തെ മാസം കർത്താവ് ഇപ്രകാരം ലൈവ് മീറ്റിംഗായി കടന്നു വരാൻ സ്വർഗ്ഗം എന്ന ഭാഗ്യത്തെ സ്തോത്രം. കർത്താവ് ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവമക്കളെ ദൈവദാസന്മാരെ ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തും പലയിടങ്ങളിലും കൊണ്ട് ഈ ലൈവ് വീക്ഷിക്കുന്ന ഇനി വീക്ഷിക്കാൻ പോകുന്ന ദൈവമക്കളെ ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി കർത്താവ് മതശുശ്രൂഷയ്ക്കായി കടന്നുവന്ന പ്രിയ ദേവദാസൻ നിങ്ങളുടെ കരത്തിൽ തരികയാണ്. നിങ്ങളുടെ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക ആലോചനകൾ വിളമ്പിത്തരുവാൻ ദൈവദാസനെ നാവോടുകൂടി ദൈവം ഇരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാനുഷിക ശബ്ദമല്ല, ഒരു സ്വർഗീയ ശബ്ദം രാത്രി കേൾക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ പലവിധ പ്രശ്നങ്ങളുടെ മധ്യേ ഈ രാത്രി ആയിരുന്നുകൊണ്ട് ആമേൻ സ്തോത്രം വചനം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ആശ്വാസമാകട്ടെ, അവർക്കൊരു വിടുതലായി മാറട്ടെ, അവർക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കൃപ തോന്നി പ്രാർത്ഥന നല്ല ദൈവമേ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സൂക്ഷിക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കാം. പ്രിയ ദേവദാസൻ പാസ്റ്റർ ലാൽ സിംഗ് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹം പ്രശാന്തമേറിയ ഈ നല്ല സായം സന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. അപ്പോസ്തലിക ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇതിന് മുഖാന്തരം ഒരു ലൈവ് പ്രോഗ്രാമിൽ നിൽക്കുവാൻ ദൈവമായ കർത്താവ് അടിയനവസരം തന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ പേര് ലാൽ സിംഗ് എന്നാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് മണിമല എന്ന സ്ഥലത്ത് IPC കാരക്കുളം സെന്ററിന്റെ കാരക്കുളം സെന്ററിന്റെ ശുശ്രൂഷകനായി വേല ചെയ്യുകയാണ്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ദൈവനാമത്തിൽ ചോദിച്ചുകൊള്ളുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞുമണി ബ്രദർ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. എന്നിൽ നിശ്ചിതായിരിക്കുന്ന സമയത്തിൽ ഞാൻ ഇരുന്നു കൊള്ളുവാൻ ദൈവനാമത്തിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമാക്കി ഇന്ന് സായം സന്ധ്യയിൽ ഒരു വേദവാക്യം വായിക്കുകയാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കും: ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം എന്നെ പലർക്കും അറിയില്ല എങ്കിലും ഞാൻ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ സകല മാനവരാശിയും അറിയുവാനിടയായിത്തീരും. ഹല്ലേലൂയ. എന്നെയല്ല ഉയർത്തുന്നത്, ഈ ലോകത്തിലെ രക്ഷകനായിരിക്കുന്ന, ഈ ലോകത്തിലെ മൂലക്കല്ലായിരിക്കുന്ന സകല മാനവരാശിയെ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഇന്ന് രാത്രികാലം ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഇവിടെ നിന്ന് ഉയർത്തുമ്പോൾ അന്ധകാര ശക്തികൾ അടിയറയിട്ട് മാറുവാനിടയായി തീരും. അനേകം പേർ മാനസാന്തരത്തിനും രൂപപ്പെടുവാനും ദൈവത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് വരുവാനും ഇടയായി തീരുമാറാകട്ടെ. ദൈവം പറയുകയാണ്, അപ്പോസ്തലൻ പൗലോസ് എഫേസ്യർക്ക് ലേഖനത്തിൽ പ്രകാരം പറയുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവേശുവിന്റെ സാക്ഷീകരണം 33 വയസ്സിൽക്കാലം ക്രിസ്തുവേശുവിന്റെ സാക്ഷ്യങ്ങളെ ഇവിടെ നടത്തി താൻ പറഞ്ഞ മാനവരാശിയെ രക്ഷിക്കുവാൻ കഴിവുള്ള
ദൈവം സ്വർഗത്തിലായിരിക്കുക. നമ്മളെ ക്രിസ്തുയേശുവിന്റെ വേലക്കാരനായിട്ട് അപ്പോസ്തലന്മാരായിട്ടും ചില പ്രവാചകന്മാരായിട്ടും ദൈവം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മൂലക്കല്ലെന്ന് പറയുന്നത് ക്രിസ്തു യേശു തന്നെയാണ്. ഒരു ഭവനം പണിതാൽ അതിന് മൂലക്കല്ലായിരിക്കുന്നത്, മൂല എന്ന് പറയുന്നത് അതിന് ഭവനത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഉണ്ട് എങ്കിൽ ക്രിസ്തുയേശു എന്ന രക്ഷകനെ അടിസ്ഥാനമാക്കി ജീവിച്ചില്ല എങ്കിൽ അവനൊരു അടിസ്ഥാനം ഇല്ല എന്ന് പറയുവാൻ കഴിയും. അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് വഴി നടക്കുവാൻ, ഒരു വെളിച്ചത്തെ വഴി നടത്തുവാൻ കഴിയാതെ ഇരുട്ടിലേക്ക് അന്ധസമത്തിലേക്ക് പോകുവാനിടയായി. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ മൂലക്കല്ലായിരിക്കുന്നു. സകല പേരുടെയും മൂലക്കല്ലെന്ന് പറയുന്നത് ക്രിസ്തു യേശു തന്നെയാണ്. ക്രിസ്തുയേശു സകല പേരെയും രക്ഷിക്കുവാനും മാനവരാശിക്ക് അടിസ്ഥാനമായി മാനവരാശിക്ക് ഉതകത്തക്ക വിധത്തിൽ രക്ഷ നേടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് വെച്ചിരിക്കുക. അപ്പോസ്തലനാക്കി വെച്ചിരിക്കുന്നവർക്ക് കർത്തവ്യമുണ്ട്, അവർക്കൊരു അടിസ്ഥാനമുണ്ട്. അടഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല. അവർക്ക് മറ്റുള്ളവരോടുകൂടി ദൈവത്തിന്റെ ഈ തിരശ്ശീലയിലായിരിക്കുന്ന മറ്റുള്ളവരെ യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യത്തെ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതാണ് ക്രിസ്തുയേശുവിന്റെ മൂലക്കല്ലെന്ന് പറയുന്നത്. ക്രിസ്തുയേശുവിന്റെ സാക്ഷ്യത്തെ രൂപാന്തരപ്പെടുത്ത ഒരു വ്യക്തിക്ക്, ഏതൊരു വ്യക്തിയാകട്ടെ, അവനെ പറഞ്ഞതുപോലെ അടങ്ങിയിരിക്കുവാൻ കഴിയില്ല. ഏത് വിധേനയും സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കുവാൻ, ഏത് വിധേനയും രക്ഷ പ്രാപിക്കുവാൻ മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തേണ്ട ഒരു കർത്തവ്യം ആ വ്യക്തിക്കുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പ്രകാരം പറയുന്നു, യോഹന്നാനെ കൊടുത്തിരിക്കുന്ന വെളിപ്പാടിലൂടെ പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കുമെന്ന്. സ്തോത്രം ചെയ്യുന്നു. അതിനർത്ഥം ക്രിസ്തുയേശുവിന്റെ വാതിൽ എല്ലായ്പ്പോഴും വാതിൽ തുറന്നു കിടക്കുകയാണ്. അത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ക്രിസ്തുയേശുവിനെ സന്ദർശിക്കുവാൻ, കണ്ടെത്തുവാൻ കഴിവുള്ളതാണ് ക്രിസ്തുയേശുവിന്റെ വാതിൽ എന്ന് പറയുന്നത്. ക്രിസ്തുയേശു എന്ന് പറയുന്നത് സമാധാനത്തിന്റെ നായകനും പൂർത്തിവരുന്നവനുമായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ യേശു ക്രിസ്തു എല്ലാവരെയും രക്ഷിക്കുന്നത് സമാധാനത്തിലൂടെയാണ്. ആരെയും ഈർഷ്യതയോടും ഭിന്നതയോടും ആരോടും ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നില്ല. ക്രിസ്തുയേശു എപ്പോഴും മറ്റുള്ളവരോട് സ്നേഹത്തോടും അടിസ്ഥാനത്തോടും സ്നേഹത്തോടും സാഹചര്യത്തോടാണ് ഇടപെടുവാൻ ഇടയായിത്തീരുന്നത്. അതാണ് കർത്താവിന്റെ വാഴ്ത്തത്വം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുയേശുവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സ്നേഹത്തോടും സാഹചര്യത്തോടും ഇടപെടുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവസ്നേഹം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ ഇടയായിത്തീരും. ഈ ഫേസ്ബുക്കിലൂടെ കേൾക്കുന്ന, എന്നെ കാണുന്ന, എന്റെ വചനങ്ങൾ ശ്രമിക്കുന്ന ദൈവമക്കളെ, നല്ലവരായ ദൈവഭക്തന്മാരെ, ഇന്ന് രാത്രികാലം പറയട്ടെ, മാറ്റമില്ലാത്ത തിരുവെടുപ്പിന്റെ ശക്തി ഈ മാനവരാശിയെ എല്ലാ കോണുകളിലും സന്ദർശിക്കുവാൻ ഇടയായിത്തീരുകയാണ്. കാരണം അന്ത്യകാല സംഭവങ്ങളും ദൈവത്തിന്റെ വചനത്തിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്. ദൈവം എപ്പോഴാണ് കർത്താവ് തന്റെ സഭയെ ചേർത്ത് കൊള്ളുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയെന്ന് ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അതിന് ദൈവമായ കർത്താവ് ക്രിസ്തുയേശുവിലെ ഒരു മാനസാന്തരപ്പെടുന്ന വ്യക്തിക്ക് അത് മുഖാന്തരമായി പറയുന്നുണ്ട്. ആ മാനസാന്തരപ്പെടുന്ന വ്യക്തി സുവിശേഷത്തിന്റെ അതിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചു എങ്കിൽ മാത്രമേ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ആ വ്യക്തി നടക്കുവാൻ കഴിയുകയുള്ളൂ. അതിന് വേറെ കൽപ്പനകളുണ്ട്, അതിനൊരു അടിസ്ഥാനമുണ്ട്, അതിനൊരു പോംവഴിയുണ്ട്. അതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൽപ്പനകൾ എന്ന് പറയുന്നത്. കൽപ്പന എന്ന് പറയുന്നത്, ഞാനല്ലാതെ നിനക്ക് അന്യദൈവം നിനക്കുണ്ടാകരുത്. അത് ദൈവത്തിന്റെ ഏറ്റവും വലിയ കൽപ്പന തന്നെയാണ്.
ആ കൽപ്പനയുടെ ജീവിക്കുവാൻ, ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ ദൈവമക്കൾ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി ഇവിടെ വെളിപ്പെടുവാനായി തീരും. ദൈവത്തിന്റെ പദ്ധതി മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്തവണ്ണമല്ല, ദൈവത്തിന്റെ പദ്ധതിക്കൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവം മുന്നോട്ട് നയിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതാണ് ഇവിടെ വായിച്ചത്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കുന്നു. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് പ്രതിസന്ധി മധ്യത്തിലും, ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുവാനിടയായി തീരും. ഇവിടെ കാണുമ്പോൾ, ലോകത്തിലൂടെ ഉടനീളം കാണുമ്പോൾ സകലപേരും രക്ഷയ്ക്കായി, സകലപേരും ഒരു ദൈവം എവിടെയെന്ന് അന്വേഷിക്കുന്ന മുഖത്തിലേക്ക് നമ്മൾ കാണുവാനിടയിൽ തീർന്നു. ക്രിസ്തുയേശു എന്ന ഇപ്രകാരം പറയുന്നു, ഗലാത്യലേഖനത്തിൽ പറയുന്നു, യേശു ക്രിസ്തു എന്ന നിന്നെ ക്രൂശിക്കപ്പെട്ടവനായി നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിന്നെ ശുദ്രം ചെയ്തു മയക്കിയതാ. യേശുക്രിസ്തു നമ്മുടെ മുമ്പിലാണ് വരച്ചു കാട്ടിയിരിക്കുന്നത്. യേശുക്രിസ്തു നമ്മുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മളോട് നടത്തുന്നത്, നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിടത്തും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ഈ ദൈവം, നമ്മുടെ ദൈവം എന്നും വിളിച്ച് വേർതിരിക്കപ്പെടുന്ന ദൈവമാണെന്ന് ഈ വേദപുസ്തകത്തിലൂടെ ഓരോ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കുന്നു. ഈ മൂലക്കല്ലിനെ നമ്മൾ എങ്ങനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുവാൻ, അതിന് നമുക്ക് ഏറ്റവും അടിസ്ഥാനമായുള്ളത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഒരു വ്യക്തിക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഏത് വിധേനയും പ്രാപിച്ച് അതിനെ നിലനിർത്തണം. നിലനിർത്താതെ പോയാൽ അതിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ നിന്നും മാറിപ്പോകുവാനിടയിൽ തീരും. എന്താണ് ചെയ്യുക? ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എങ്ങനെ നിലനിർത്താം? സ്നേഹത്തിലൂടെ, ദൈവത്തിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തോടെ നമ്മൾ ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് ഹല്ലേലൂയ ഇവിടെ എന്ത് പറയും? നമ്മളെ ഉണർത്തുവാനിടയായി തീരും. ഉണർത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ അന്തരംഗിലായ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെടും. നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ദൈവാത്മാവ് നമ്മളോട് ഇടപെടുവാനിടയായി തീരും. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വഴികളെ, ദുർഘടങ്ങളെ മാറ്റിക്കൊണ്ട് നേരായ വഴിയിലൂടെ ദൈവം നടത്തുവാനിടയായി തീരും. അതുകൊണ്ടാണ് ഇപ്രകാരം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നു. ഇപ്രകാരം പറയുകയാണ്, രണ്ടാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം പ്രകാരം പറയുകയാണ്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്രകാരം പറയുകയാണ്, ഇപ്രകാരം വെളിപ്പെടുകയാണ്, ഹല്ലേലൂയ, അവൻ കോപിച്ചിട്ട് വഴിയിൽ പട്ടുപോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പീൻ. വഴിയിൽ പട്ടുപോകുന്നത് എന്താണ്? വഴിയിൽ പട്ടുപോകുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ ജനിച്ചിട്ട് അവന്റെ ആയുസ് തികയാതെ, അല്ലെങ്കിൽ 20, 10, 50 വയസ്സിനകത്ത് വെച്ച് അവൻ മരണപ്പെട്ടു പോയാൽ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ നശിച്ചു പോയി. ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ അവൻ പ്രകാരം പറയുന്നു, നശിച്ചു പോയി. ഹല്ലേലൂയ. ദൈവിക ശക്തിയില്ലാത്ത ഒരു വ്യക്തിയെ പറയുകയാണ്, അവൻ ഈ ലോകത്തിൽ നശിച്ചു പോയി. അപ്പോൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിനെ ചുംബിക്കുവാൻ നമ്മൾ എപ്പോഴും താല്പര്യപ്പെടണം. അതാണ് ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പന ഓരോ ദിവസവും ഓരോ ന്യായപ്രമാണത്തോടെ നമുക്ക് വായിച്ച് കേൾക്കുമ്പോൾ, ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവം നമ്മളോട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ജാതികളായാലും ദൈവമക്കളായാലും ഓരോരുത്തരും തക്ക സമയത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ്? അതാണ് പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു. പറഞ്ഞത് കേട്ടില്ലേ? വാതിൽ തുറന്നിരിക്കുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ലോകത്തിൽ എപ്പോഴും ഊടാടിക്കൊണ്ട് നിൽക്കുകയാണ്. ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യം ആർക്കാണ് എപ്പോഴാണ് വേണ്ടത്?
ആ സമയത്ത് ക്രിസ്തുയേശു അവർക്ക് പകർന്നു കൊടുക്കും. ഹല്ലേലൂയ. അതാണ് ഓരോ വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് 2-ാം സങ്കീർത്തനത്തിൽ വീണ്ടും ഒരു വാക്യം ഇപ്രകാരം പറയുന്നു, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമാക്കും. 2-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യമാണ് വായിച്ചത്. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമാക്കി തരും, ഭൂമിയുടെ അറ്റങ്ങളോളം കൈവശമാക്കി തരുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ സ്നേഹം എത്രത്തോളമാണ് ആഗ്രഹിക്കുന്നത്. ഓരോ സഭകളിലും ഓരോ ദേശത്തിലും നമ്മൾ ചെന്ന് നോക്കിയാൽ ജാതികളായിരിക്കുന്നവർ ഓരോ ദിവസവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്തുയേശുവിലേക്ക് ചേർന്ന് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കർത്താവിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു, അവർ മുട്ടുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിന്റെ വാതിലൂടെ തുറന്നു കൊടുക്കുന്നതെന്ന് അവിടെ പ്രവേശിക്കുവാൻ അവർ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഏത് സമയത്ത് വിളിച്ചാലും, പാതിരാത്രി വിളിച്ചാലും, പ്രഭാതത്തിൽ വിളിച്ചാലും, ഉച്ചയ്ക്ക് വിളിച്ചാലും ക്രിസ്തുയേശുവിന്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. രക്ഷയ്ക്കായി ഒരു അടയാളമുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം കർത്താവിന്റെ 2-ാം വരവാണ്. ഈ 2-ാം വരവിൽ ആരാണ് എടുക്കപ്പെടുക, ആരാണ് പ്രത്യക്ഷത്തിൽ കാണാൻ പോകുക, ആരാണ് ഇവിടെ രൂപാന്തരപ്പെടാതെ കിടക്കുന്നത്, അവരുടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് ക്രിസ്തുയേശു പറയുന്നത്, ഞാൻ വരുവോളം നിങ്ങളുടെ വിശ്വാസം കാത്തുകൊള്ളുക. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം, കാരണം ഈ ലോകത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ഹല്ലേലൂയ ആലോചന പറഞ്ഞു തരേണ്ടത്, അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ ആലോചന ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവത്തിന്റെ ശക്തിയോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ദൈവത്തിന്റെ കൃപ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് കഴിയുകയുള്ളൂ. അത് ജാതികളായാലും ദൈവമക്കളായാലും ഇടപെടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ. അല്ലായെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളൊന്ന് മാറിപ്പോകുവാനിടയായി തീരും. അതുകൊണ്ടാണ് ഇതേപോലുള്ള ചെറിയ കൂട്ടായ്മകൾ കൂടിക്കൊണ്ട് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സമയം കണ്ടെത്തുന്നത്. ഇതാണ് ആരാണ് പറയുന്നത്? ക്രിസ്തുയേശുവിന്റെ ഇന്നമേ 2024 മുമ്പേ ഇങ്ങനെയൊരു മീറ്റിംഗ് കൂടുമെന്നും ഇങ്ങനെ മുന്നറിയിച്ചിരുന്നു. നമ്മളാരും കണ്ടതല്ല, നമ്മളാരും ആലോചിച്ചത് പോലുമല്ല. ഈ സന്ദർഭം അത് ക്രിസ്തുയേശുവിന്റെ മഹാ താല്പര്യം തന്നെയാണ്. അതുകൊണ്ട് ഏത് സമയത്താണ്, ഏത് സന്ദർഭത്തിലാണ് യഹോവ ഇടപെടുക എന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. ചിലര് രോഗശൈലിയിലായിരിക്കുമ്പോൾ, പ്രതികൂലത്തിലായിരിക്കുമ്പോൾ, പ്രതിസന്ധികളായിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് രോഗസൗഖ്യത്തിലൂടെ ദൈവം സന്ദർശിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ സന്ദർശനം അവൻ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവയുടെ കരങ്ങളിലായിരുന്നു കൊണ്ട് ദൈവം രക്ഷയ്ക്കായി കർത്താവിന്റെ വരവോളം കർത്താവിനെ ചേർത്ത് പിടിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്രകാരം പറയുന്നു, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ ഈ ലോകത്തിലെ സകല മാനവരാശിയും കേൾക്കുവാൻ തയ്യാറാകണമെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട്, ദൈവത്തിന്റെ കൃപ പ്രാപിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഈ ധരയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മീറ്റിംഗുകൾ ഹല്ലേലൂയ അനേകം പേർക്ക് രക്ഷയ്ക്കായി തീരുമാറാകട്ടെ, അനേകം പേർക്ക് വിടുതലായി തീരുമാറാകട്ടെ. ആരെങ്കിലും രോഗത്താൽ ഭാരത്താൽ പ്രയാസപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവമായ കർത്താവ് വിടുതലയക്കുവാൻ തയ്യാറാണ്. അത് നമ്മുടെ ഹൃദയത്തെ കൊടുക്കുവാൻ തയ്യാറുണ്ടോ? നമ്മൾ സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറുണ്ടോ? ദൈവത്തിലേക്ക് നോക്കുവാൻ തയ്യാറുണ്ടോ? എങ്കിൽ മാത്രമേ യഹോവയായ ദൈവം നമ്മോട് പ്രത്യക്ഷമാകുവാൻ ഇടയായി തീരുകയുള്ളൂ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരവലയം എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യക്തികളോടും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സന്ദർഭം എന്ന് പറയാൻ കഴിയില്ല, ഏത് സാഹചര്യം എന്ന് പറയാൻ കഴിയില്ല. ഏത് സ്ഥലത്ത് വെച്ചായിരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് പിടിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിരിക്കും. അത് എത്ര തന്നെ മാറിയാലും, എത്ര തന്നെ മാറിപ്പോയാലും ദൈവാത്മാവ് ഇടപെടുക തന്നെ ചെയ്യും. ഇന്ന് രാത്രികാലം എന്റെ വചനങ്ങൾ ശ്രമിക്കുന്ന നല്ലവരായ ദൈവഭക്തന്മാരെ, ഈ ഫേസ്ബുക്കിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ ഒന്ന് ആലോചിച്ചു കൊള്ളുക. ക്രിസ്തുയേശുവല്ലാതെ ഈ ലോകത്തിൽ വേറൊരു രക്ഷകനില്ല.
നമ്മളെ ചേർത്തണയ്ക്കുവാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ, നല്ല രീതിയിൽ നടക്കുവാൻ, നല്ല രീതിയിൽ നടത്തുവാൻ, നല്ല രീതിയിൽ സ്നേഹിക്കുവാൻ കഴിവുള്ള ഈ ലോകത്തിലെ ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്. പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവും ഉലകത്തിൽ ഇല്ലവേയില്ല. ഹല്ലേലൂയ. ഉലകത്തിൽ ഇല്ലവേയില്ല. ഉലകത്തിൽ പറയുന്ന, ഈ ലോകത്തിൽ പറയുന്ന ദൈവമല്ലാതെ വേറൊരു ദൈവവും നമുക്കിവിടെ പറയുവാൻ കഴിയില്ല. അതാണ് നമ്മുടെ ദൈവമെന്ന് പറയുന്നത്. ദൈവം ആരോടും താല്പര്യത്തോടെ ഇടപെടുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ദൈവത്തെ സന്ദർശിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ദൈവം സന്ദർശിക്കുവാൻ നമ്മൾ ആഗ്രഹം കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളോട് ഇടപെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ലോകം അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഈ കർത്താവിന്റെ നാമമോ ഈ ലോകത്തിൽ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് വ്യക്തമായി പറയുകയാണ്, അതുകൊണ്ട് വ്യക്തമായി ആലോചന പറയുകയാണ്. ഈ സന്ദർഭത്തിൽ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തോട് സാഹചര്യത്തോട് ഇടപെട്ടുകൊണ്ട് ദൈവനാമത്തിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഉപകാരമായി ജീവിക്കുവാൻ ഈ ധരണിയിൽ വ്യക്തമായി പറയണം. കാരണം ഹല്ലേലൂയ, ഈ ലോകം അതിന്റെ അന്ത്യത്തോളം കടന്നുകൊണ്ടിരിക്കുകയാണ്. ലേഖനത്തിൽ പറയുന്ന പോലെ ദുർഘട സമയങ്ങൾ വരും. അന്ത്യനാളിൽ ദുർഘട സമയങ്ങളും സകല പേരും ഹല്ലേലൂയ ദ്രവ്യാഗ്രഹികൾ മാറുകയാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്ക് കാണാം, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, സകല പേരും ദ്രവ്യത്തിന് വേണ്ടി ഓടി ഹല്ലേലൂയ തളർന്നു പോകുന്നവനായിട്ട് തീരുന്നു. ഹല്ലേലൂയ. മോശയെ വിളിച്ച് വേർതിരിച്ച പ്രകാരം പറഞ്ഞു, കാനാൻ ദേശം കാണുവാൻ ഇസ്രായേൽ ജനത്തെ വിളിച്ച് വേർതിരിക്കുക. കാരണം അവരായിരുന്നത് അടിമനുഖത്തിലായിരുന്നു. അവർ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ, അവരുടെ ആഗ്രഹങ്ങളെ മാനിക്കുവാൻ, അവരെ അടിച്ചടക്കപ്പെട്ട ആ സ്ഥലത്ത് ഒരു ദൈവമുണ്ടെന്ന് അവരെ കാണിക്കുവാൻ, ഫറവോനെ കാണിക്കുവാൻ, ദൈവജനത്തെ കാണിക്കുവാൻ മോശയെ വിളിച്ച് വേർതിരിച്ചു. അവര് ഇറങ്ങി പുറപ്പെട്ട മുതൽ അവർക്ക് വേണ്ടുന്ന മന്ന കൊടുത്തു, അവർക്ക് ആഗ്രഹങ്ങൾ കൊടുത്തു, അവർ ചോദിക്കുന്നതൊക്കെ കൊടുത്തു. എങ്കിലും അവര് വഴി വെച്ച് പ്രവൃത്തികൊണ്ട് വഴി വെച്ച് നശിച്ചു പോകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ നശിച്ചു പോകാതിരിപ്പാൻ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുയേശുവിനെ നിങ്ങൾ ചുംബിക്കണമെന്ന് ഈ ധരണിയിൽ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ മഹാകൃപ, മഹാദയ, മഹാവിശ്വസ്തത ഈ ലോകത്തിൽ എപ്പോഴും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണ് പറയുന്നത്? അതിന്റെ കാരണം എന്താണ്? അതിന് വലിയൊരു സാഹചര്യമുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ വലിയൊരു കാര്യമുണ്ട്. ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ഒരു വ്യക്തി പോലും, ഒരു പാപി പോലും ഈ ലോകത്തിൽ നിന്ന് ദൈവത്തെ അറിയാതെ നശിച്ചു പോകരുതെന്നുള്ള ആഗ്രഹം മാത്രമാണ്. പ്രകാരം പറയുന്നു, ദൈവമായിരിക്കെ തന്റെ തേജോമയത്തെ വിട്ടുകൊണ്ട് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് ദൈവത്തെ ദൈവമെന്ന് മഹത്വീകരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? എന്നെയും നിങ്ങളെയും ചേർത്ത് നിർത്തുവാൻ വേണ്ടി. എന്നെയും നിങ്ങളെയും ചേർത്ത് നിർത്തി പാപത്തിന്റെ പങ്കുലത്തെ മാറ്റിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സാഹചര്യത്തെ അകന്ന് ജീവിക്കുവാനുള്ള സ്നേഹത്തോട് ചേർത്ത് നിർത്തുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതാണ് പറയുന്നത്. രണ്ടാമത്തെ വാക്യം പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലുമായിരുന്നു നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. കഴിഞ്ഞകാല ജീവിതങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതിക്രമങ്ങളാലും പാപങ്ങളായിരുന്നു നമ്മളെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റി. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹത്തിലായിരുന്നവരെ നമ്മൾ എന്ത് ചെയ്തു? ദൈവസ്നേഹത്തിലാക്കി എന്ന് ഈ ധരണിയിൽ ഓർമ്മിപ്പിക്കുന്നു. അതാണ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളായിരുന്ന നമ്മളെ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ അടുപ്പിച്ചത് കൊണ്ട് ഈ സ്നേഹത്തെ, ഈ സ്നേഹത്തെ നശ്വരമായ ഈ ലോകത്തിലേക്ക് വേണ്ടി നശിപ്പിച്ച് കളയരുതേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സാഹചര്യം എന്ന് പറയുന്നത്, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഏത് വിധനെയും ദൈവത്തെ അറിയാത്തവർ ഏത് വിധനെയും അറിയണമെന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രികാലം വ്യക്തമായി പറയുന്നു, മറ്റു ഒരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്കുമിതേ നൽകപ്പെട്ട വേറൊരു നാവുമില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ ദൈവം ഓർത്ത് മഹത്വീകരിച്ചുകൊണ്ട് ദൈവത്തെ തേജസ്സിനെ വിട്ടുകളയാതെ ഈ രക്ഷകൻ ഈ ലോകത്തിൽ വരുമ്പോൾ ഒരു പാപി പോലും നശിച്ചു പോകരുത് എന്നുള്ള താല്പര്യത്തോടുകൂടെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ എനിക്ക് തന്ന അവസരത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുമ്പോഴൊക്കെയും ഈ കൂട്ടായ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് കർത്തവ്യനിരിക്കുന്നു. ദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വളരെ അനുഗ്രഹീയമായ ദൈവിക ആലോചന കേൾക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. രക്ഷയെക്കുറിച്ചാണ് പ്രിയ ദേവദാസൻ രാത്രികാലം സംസാരിക്കാനുണ്ടായത്. നമുക്കെയും ഒരു കാലത്ത് ഈ ലോകത്തിന്റെ അധീനതയിൽ അകപ്പെട്ടു കിടന്നവരാണ്. അവിടെ നമ്മളെ തേടി വന്ന ഒരു സ്നേഹമുണ്ട്, അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ രാത്രികാലം നമ്മെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ ഒത്തിരി പേർ, ഒത്തിരി വ്യക്തികൾ പലയിടങ്ങളിൽ ആയിരിക്കുകയാണ്. സമാധാനമില്ലാതെ, രോഗത്താൽ, വിവിധ പ്രതികൂല സാഹചര്യത്തിലൊക്കെയും അവരായിരിക്കുകയാണ്. അവരുടെ ഇടയിലൊക്കെ വചനം ചെന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വചന ശുശ്രൂഷ പ്രിയ ദേവദാസനെ, തന്റെ കുടുംബത്തെ, തന്റെ തലമുറകളെ ഒക്കെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ആയിരിക്കും ഓരോ മക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. അതിനുശേഷം പ്രിയ ദേവദാസൻ വീണ്ടും ചില ഗാനങ്ങളുടെ ആലപിച്ചിട്ട് ഞങ്ങൾ ഈ ലൈവ് മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായ ദൈവമേ സ്തോത്രം. നല്ല ആലോചന കേൾപ്പിച്ച കൃപയ്ക്കാണ് സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായതുകൊണ്ട് ലൈവ് വീക്ഷിച്ച ഓരോ ദൈവങ്ങളെയും ദൈവം ഏൽപ്പിക്കുന്നു. ഇനി ലൈവ് വീക്ഷിക്കുവാൻ പോകുന്നവരെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ആരെങ്കിലും സമാധാനമില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ലോകത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, പലവിധമായ പ്രതികൂല സാഹചര്യത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കർത്താവേ വചനത്തെ അയച്ച് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചന ശുശ്രൂഷ ദേവദാസനെ, തന്റെ കുടുംബത്തെ, ഗാനങ്ങൾ ആലപിച്ച ദൈവമക്കളെയും ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സാന്നിധ്യം കൂടെ ഇരിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏൽപ്പിക്കുന്ന കൃപ തോന്നുന്ന പ്രാർത്ഥന പിതാവേ, ആമേൻ.